അങ്ങനെ ജലജയും അഭിയും ചേർന്നുകൊണ്ട് തന്നെ നയനെ കൊല്ലാൻ വേണ്ടിയിട്ട് ആ ഒരു പാമ്പിനെ ഇറക്കിയതോടുകൂടെ തന്നെ ആ പാമ്പങ്ങ് തിരിച്ചു കൊത്താട്ടോ ജലജേനെ. നയനക്കായി ഒരുക്കിയ കെണിയിൽ തങ്ങൾ തന്നെ വീണുപോയല്ലോ എന്ന നിരാശയായിരുന്നു അവർക്ക്. ജലജയും കൊണ്ട് അഭിയും അജയനും നേരെ ആശുപത്രിയിലേക്ക് പാഞ്ഞു. കാറിന്റെ വേഗത കൂട്ടുമ്പോഴും ജലജയുടെ ഉള്ളിൽ മരണം മുന്നിൽ കണ്ടുകൊണ്ടുള്ള വെപ്രാളമായിരുന്നു. ആശുപത്രി കിടക്കയിൽ ജലജ ജീവനും മരണത്തിനും ഇടയിലെ നൂൽപാലത്തിൽ കിടക്കുമ്പോഴും ജലജയുടെ മനസ്സിൽ നിറയെ വിഷമായിരുന്നു. പുറമെ അത് പാമ്പിന്റെ വിഷമായിരുന്നെങ്കിൽ അതിൻ്റെ അകത്ത് അസൂയയുടെയും പകയുടെയും കാഠിന്യമേറിയ വിഷം തന്നെയായിരുന്നു. ഡോക്ടർമാർ ചികിത്സ തുടങ്ങി. ജലജയെ നിരീക്ഷിക്കാനായി ICUയിലേക്ക് മാറ്റി. അവിടെ കിടന്ന് ജലജ അഭിയോട് പറയുന്നുണ്ട്, എടാ അഭി, ഈ അവസ്ഥ എനിക്കുണ്ടാവാൻ കാരണം അവളാണ്, ആ നയന. അവളെ അങ്ങ് തീർക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ആ മൂർഖനെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. പക്ഷേ എന്ത് ചെയ്യാനാ, അപ്പോഴും ജയം അവൾക്ക് തന്നെ. വിധി ഇങ്ങനെയൊക്കെ ആയിപ്പോയി. എങ്കിലും നീ വിഷമിക്കേണ്ട. ആ പാമ്പ് അവളെ കടിച്ചില്ലെങ്കിൽ ഞാൻ അവൾക്ക് വേറെ പണി കൊടുക്കും. സ്വന്തം ജീവൻ അപകടത്തിലായിട്ട് പോലും നയനയോടും അവളുടെ വയറ്റിൽ വളർന്ന കുഞ്ഞിനോടുമുള്ള പക ജലജയുടെ മനസ്സിൽ അത് മായാതെ കിടന്നു. പുറത്ത് ജയൻ അഭിയോട് ചില സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. ജലജയ്ക്ക് പാമ്പിനെക്കുറിച്ച് നേരത്തെ എന്തോ മുൻവിധിയുള്ളതുപോലെയും ഒരു പരിഭ്രമമുള്ളതുപോലെയൊക്കെ അജയന് തോന്നിയിരുന്നു. എന്നാൽ അഭി സമർത്ഥമായി ആ സംശയങ്ങളെല്ലാം തന്നെ ഒളിച്ചു വെക്കാൻ ശ്രമിച്ചു. അതേസമയം അനന്തപുരിയിൽ നന്ദുവും നയനയും ആദർശും ഈ സംഭവത്തിലെ ദുരൂഹതകൾ ചർച്ച ചെയ്യുകയായിരുന്നു. നന്ദുവിന് ഇതൊരു സ്വാഭാവിക അപകടമായി തോന്നിയില്ല. അങ്ങനെ വെറുതെ ഒരു പാമ്പ് വീട്ടിൽ കയറി വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പാമ്പാട്ടി പറഞ്ഞത് അത് നല്ല പ്രായമുള്ള ഇണക്കമുള്ള പാമ്പാണെന്നാണ്. അങ്ങനെയൊന്ന് അവിടെ എത്തണമെങ്കിൽ ആരെങ്കിലും മനഃപൂർവ്വം അതിനെ അവിടെ കൊണ്ടുവന്നിട്ടതാവണം. നന്ദു തൻ്റെ സംശയം പ്രകടിപ്പിച്ചു. നയനക്കും ആദർശനും അത് ശരിയാണെന്ന് തോന്നി. ജലജ വീട്ടിൽ വന്നതു മുതൽ കാണിച്ച അസ്വസ്ഥതകളും പേടികളും ഇതിൻ്റെ സൂചനകളായിരുന്നില്ലേ? നന്ദു ആ പാമ്പാട്ടിയെ വിളിച്ച് കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കാൻ തീരുമാനിച്ചു. പാമ്പിൻ്റെ സ്വഭാവവും ലക്ഷണവും വെച്ച് അത് എവിടെ നിന്ന് വന്നു എന്ന് കണ്ടെത്താൻ കഴിയുമെന്ന വിശ്വാസം നന്ദുവിനുണ്ടായിരുന്നു. നവ്യയും ദേവയാനിയും മുത്തശ്ശിയും അടങ്ങുന്ന ബാക്കിയുള്ളവരെല്ലാം തന്നെ ജലജയുടെ പെരുമാറ്റത്തിൽ സംശയമുണ്ടായിരുന്നു. ജലജയുടെ അമിതമായ പേടിയും സ്വപ്നം കണ്ടു എന്ന വാദവും ആസൂത്രിതമായ നാടകത്തിൻ്റെ ഭാഗമാണോ എന്ന് അവർ ചിന്തിച്ചു. എങ്കിലും ജലജ ആശുപത്രിയിൽ കിടക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് ശരിയല്ലെന്ന് നവ്യയും അഭിപ്രായപ്പെട്ടു. നന്ദുവിൻ്റെ അന്വേഷണം വെറുതെ ആയില്ല. പാമ്പിനെ പിടിച്ച പാമ്പാട്ടിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ ഞെട്ടിക്കുന്നതായിരുന്നു. അത് കാട്ടിൽ നിന്നും വന്ന പാമ്പൊന്നുമല്ല, ആരെങ്കിലും വളർത്തിക്കൊണ്ടുവന്ന പാമ്പാണെന്നും അയാൾ ഉറപ്പിച്ചു പറഞ്ഞു. പണം കൊടുത്ത് ആരെങ്കിലും അങ്ങോട്ടേക്ക് വരുത്തിയതായിരിക്കാമെന്ന സൂചനയും അയാൾ നൽകി. ഈ സമയം അഭി യഥാർത്ഥ പാമ്പാട്ടിയെ, അതായത് ആ ഒരു പാമ്പിൻ്റെ ഉടമസ്ഥനെ വിളിച്ച് ദേഷ്യപ്പെടുകയായിരുന്നു. പൂക്കോട്ടിൽ നിന്നും ഇരിക്കുമെന്ന് പറഞ്ഞ പാമ്പ് എങ്ങനെ പിന്നെ പുറത്തു ചാടി? എൻ്റെ അമ്മയെ അത് കടിച്ചു. അഭി അലറിക്കൊണ്ട് തന്നെ അയാളോട് ദേഷ്യപ്പെട്ടു. എന്നാൽ പാമ്പാട്ടി നൽകിയ മറുപടി അഭിയെ അത്ഭുതപ്പെടുത്തി. സാറേ, അതത്ര വലിയ വിഷമുള്ള പാമ്പൊന്നുമല്ല. പണം കിട്ടാൻ വേണ്ടി ഞാൻ സാറിനോട് കള്ളം പറഞ്ഞതാണെന്നും അത് കടിച്ചാൽ മരിക്കൊന്നുമില്ല എന്നും കുറച്ച് കഴിയുമ്പോൾ വിഷം താനെ അങ്ങ് ഇറങ്ങിപ്പോയിക്കോളുമെന്ന് പറയും. ഈ വിവരം അറിഞ്ഞപ്പോൾ അഭിക്ക് ആകെ ആശ്വാസമായി. അമ്മ മരിക്കില്ലെന്നുറപ്പ് അവന് ലഭിച്ചു. എന്നാൽ പാമ്പിനെ തിരികെ വേണമെന്ന് പാമ്പാട്ടി വാശി പിടിച്ചു. അഭി ഗത്യന്തരമില്ലാതെ പാമ്പിനെ പിടിച്ചോണ്ട് പോയ പാമ്പാട്ടിയുടെ നമ്പർ അയാൾക്ക് നൽകി. അങ്ങനെ പാമ്പിൻ്റെ ഉടമസ്ഥൻ പാമ്പിനെ തിരികെ വാങ്ങാൻ നന്ദു വിളിച്ചു വരുത്തിയ പാമ്പാട്ടിയുടെ അടുത്തെത്തി. അവിടെ വെച്ച് നന്ദു അവനെ കൈയോടെ പിടികൂടി. നന്ദുവിൻ്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനാവാതെ അയാൾ സത്യങ്ങൾ തുറന്നു പറഞ്ഞു. അഭി സാറ് പണം തന്നിട്ട് എന്നെക്കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചതാണ്. പൂക്കുട്ട തുറക്കുന്ന ആളെ കടിക്കാനാണ് എന്നോട് ഏൽപ്പിച്ചത്. പണത്തിന് അത്യാവശ്യമുള്ളത് കൊണ്ട് മാത്രമാണ് സർ ഞാൻ ഇങ്ങനെ ചെയ്തത്. എന്നോട് ക്ഷമിക്കണം. അഭിയുടെ ക്രൂരതയുടെ ആഴം നന്ദുവും നയനയും ഒരുപോലെ തിരിച്ചറിഞ്ഞു. നയനയുടെ കുഞ്ഞിനെ കൊല്ലാനാണ് അഭി ആ പാമ്പിനെ കൊണ്ടുവന്നത്. പൂക്കുട്ട തുറക്കുമ്പോൾ നയനയെ കടിക്കാനായിരുന്നു പദ്ധതി. എന്നാൽ വിധി വേറൊന്നായിരുന്നു തീരുമാനിച്ചത്. പാമ്പ് പുറത്തു ചാടി ചതിക്കുഴി ഒരുക്കിയ ജലജയെ തന്നെ കടിച്ചു. ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു എന്ന് പറയുന്നത് പോലെ നന്ദു പരിഹസിച്ച് ചിരിച്ചു. അഭി ചെയ്ത ഈ കൊടുംചതിക്ക് അവനെ വെറുതെ വിടില്ലെന്ന് നന്ദു ഉറപ്പിച്ചു പറഞ്ഞു. നയനെ കൊല്ലാൻ ശ്രമിച്ചതിന് നിയമപരമായ ശിക്ഷ അഭിക്ക് വാങ്ങിക്കൊടുക്കാൻ തന്നെ നന്ദു തീരുമാനിച്ചു. ആശുപത്രിയിൽ ജലജ അപകടനില തരണം ചെയ്തു. വിഷം അധികമൊന്നും ഏറ്റിട്ടില്ലെന്ന് ഡോക്ടർ അറിയിച്ചു. അഭി അമ്മയെ കാണാൻ ചെന്നു. പാമ്പിന് വിഷമില്ലായിരുന്നുവെന്നും പാമ്പാട്ടി പറ്റിച്ചതാണെന്നും അഭി അമ്മയോട് പറഞ്ഞു. ഭാഗ്യം, ഞാൻ വിചാരിച്ചു ഞാൻ മരിച്ചുപോയെന്ന് ജലജ ആശ്വാസത്തോടെ പറഞ്ഞു. എന്നാൽ നന്ദു എല്ലാ കാര്യങ്ങളും കണ്ടുപിടിച്ചു എന്ന കാര്യം അഭി ജലജയോട് പറഞ്ഞപ്പോൾ ജലജ വീണ്ടും പകയോടെ ജ്വലിച്ചു. നന്ദുവിന് വേറെ പണിയൊന്നുമില്ലേ? എന്തായാലും നയന രക്ഷപ്പെട്ടു. പക്ഷേ അവളെ ഞാൻ ഏതായാലും വെറുതെ വിടില്ല. ആശുപത്രിയിൽ നിന്നും ഇറങ്ങിയാൽ അവൾക്കുള്ള അടുത്ത പണി ഞാൻ കൊടുക്കും. ജലജ ദേഷ്യപ്പെട്ട് പല്ലുറുമിക്കൊണ്ട് പറഞ്ഞു. സ്വന്തം തെറ്റുകൾ തിരിച്ചറിയാനോ തിരുത്താനോ തയ്യാറാകാതെ
അടുത്ത പ്രതികാരത്തിന് കോപ്പ് കൂട്ടുന്ന ജലജയും അബിയെയാണ് പിന്നീട് കണ്ടത്. നന്ദു ആവട്ടെ അബിയെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങളുമായി പോലീസ് സ്റ്റേഷനിലേക്ക് തിരിച്ചു. നന്മയും തെന്മയും തമ്മിലുള്ള പോരാട്ടം തന്നെയായിരുന്നു അത്. സത്യമെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം തന്നെ ആയിരിക്കട്ടെ നന്ദു നേരെ പോലീസ് യൂണിഫോമിൽ നേരെ അനന്തപുരി തറവാട്ടിലേക്ക് കയറി വരുന്നത്. അബി വലിയ തെറ്റുകളെല്ലാം ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് അബിയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി തന്നെ ആയിരിക്കും പോലീസുകാരെ കൂട്ടിക്കൊണ്ട് തന്നെ നന്ദു അങ്ങോട്ടേക്ക് വന്നിരുന്നത്. അങ്ങനെ അബിയെ അവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന സമയത്തിന് നവ്യ അതിനെ തടഞ്ഞുകൊണ്ട് തന്നെ നന്ദുവിനോട് ഒരുപാടധികം ദേഷ്യപ്പെടുന്നുണ്ട്. നന്ദു, എന്നോടുള്ള ദേഷ്യം നീ എന്നോട് തീർത്താൽ മതി. വെറുതെ എല്ലാവരും ചേർന്നിട്ട് എൻ്റെ അബിയെ കുറ്റക്കാരനാക്കണ്ട. എൻ്റെ അബി ഇവിടെ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല. ആദർശേട്ടൻ ചെയ്ത തെറ്റുപോലും ഇവിടെ എല്ലാവരും എൻ്റെ അബിയുടെ തലയിലാണ് വെക്കാൻ നോക്കുന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ തെറ്റ് ചെയ്തിരിക്കുന്നത് ആദർശേട്ടനാണ്. അതുകൊണ്ട് ആദർശേട്ടനെ അറസ്റ്റ് ചെയ്താലും എൻ്റെ അബി അറസ്റ്റ് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് നവ്യ ഇങ്ങനെ നിലവിളിക്കാൻ തുടങ്ങും. നന്ദു ആണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ അബിയെ നേരെ പോലീസ് ജീപ്പിലേക്ക് കയറ്റിയിട്ട് വലിച്ചഴിച്ച് അവിടെ നിന്നും കൊണ്ടുപോവാണ്. അബിയെ കൊണ്ടുപോകുന്ന സമയത്തന്നെ നവ്യ മുത്തശ്ശനോട് ഇങ്ങനെ കെണിഞ്ഞ് കേണ് അപേക്ഷിക്കുന്നുണ്ട്. മുത്തശ്ശ, എൻ്റെ അബിയെ ഒന്ന് തുറന്നു വിടാൻ പറ. എൻ്റെ അബിയെ ഒന്ന് വെറുതെ വിടാൻ പറ. മുത്തശ്ശനാണെങ്കിൽ മൈൻഡ് പോലും ചെയ്യുന്നില്ല. ഏതായാലും നന്ദു പോലീസ് ജീപ്പിലേക്ക് അബിയെ കയറ്റിയിട്ട് അവിടെ നിന്നും കൊണ്ടുപോയതോടുകൂടി തന്നെ നവ്യക്ക് ആകെ വല്ലാതാവുന്നുണ്ട്. ഏതായാലും നിങ്ങൾ ആരുമില്ലെങ്കിലും എൻ്റെ അബിയെ ഞാൻ രക്ഷിച്ചിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കട്ടെ നവ്യ അവിടെ നിന്ന് പോകുന്നത്. പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെന്നപ്പോൾ നവ്യ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് നന്ദു ആവട്ടെ ലോക്കപ്പിലിട്ടിട്ട് അബിയെ നിർത്താതെ ഇട്ട് മർദ്ദിക്കുന്നതായിരിക്കും. അത് കണ്ടിട്ട് ഒട്ടും തന്നെ സഹിക്കാൻ കഴിയുന്നില്ല കേട്ടോ നവ്യക്ക്. നവ്യ ചോദിക്കുന്നുണ്ട്, നന്ദു നീ എന്താ ഈ കാണിക്കുന്നത്? എൻ്റെ ഭർത്താവാണ് അബി, അവനൊരു തെറ്റും ചെയ്യില്ല. അവനെ ജാമ്യത്തിലെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അവനെ ഒന്ന് വെറുതെ വിടുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നവ്യ സംസാരിക്കുന്നുണ്ടെങ്കിൽ പോലും നന്ദു അതൊന്നും തന്നെ മൈൻഡ് ചെയ്യുന്നില്ല. നന്ദു ഏതായാലും കാര്യങ്ങളൊക്കെ പരമാവധി നവ്യയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല അവിടെ നിന്നും നവ്യയെ പറഞ്ഞു വിടാണ്. നവ്യക്ക് ഭയങ്കര അങ്ങ് ദേഷ്യം വന്നുകൊണ്ട് തന്നെ നേരെ നന്ദാവനത്തിലേക്കായിരിക്കും കയറി ചെല്ലുന്നത്. അവിടെ കയറി ചെന്നതിന് ശേഷം അച്ഛനോടും അമ്മയോടും നന്ദു ചെയ്ത ഈ ഒരു ചതിയെ പറ്റിയിട്ട് പറയും. അവരാരും തന്നെ നവ്യയെ സപ്പോർട്ട് ചെയ്യുന്നില്ല. എല്ലാവരും ചേർന്ന് നന്ദുവിനെയും നയനയും മാത്രം സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് കേൾക്കുന്ന സമയത്തിന് നവ്യക്ക് ആകെ ഭ്രാന്ത് പിടിക്കുകയാണ്. നവ്യ പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള ശാപം പിടിച്ച അനിയത്തിമാരെ വേറെ ആർക്കും കാണില്ല. ശത്രുക്കൾക്ക് പോലും ഇങ്ങനെയുള്ള അനിയത്തിമാരെ കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നവ്യ നയനയും അതുപോലെ നന്ദുവിനെയും പ്രാഗിക്കൊണ്ടായിരിക്കും കേട്ടോ അവിടെ നിന്ന് പോകുന്നത്. പിന്നീട് അങ്ങനെ അബി ഈ ഒരു തെറ്റെല്ലാം ചെയ്തിരിക്കുന്നുവെന്നും ആദർശേട്ടൻ നിരപരാധിയായിരുന്നുവെന്നും ചന്തുമോളുടെ യഥാർത്ഥത്തിലുള്ള അച്ഛൻ അബിയാണെന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ നവ്യ തിരിച്ചറിയുന്ന ഒരു അടിപൊളി സൂപ്പർ എപ്പിസോഡൊക്കെ ഇനി വരാൻ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ.